സാറിനോടൊരു കാര്യം പറയാം. സാറെങ്ങനെ റിയാക്ട് ചെയ്യാമെന്ന് എനിക്കറിയില്ല. സാറിൻ്റെ വൈഫിനെ എനിക്കറിയാം. ആയിഷ എങ്ങനെ അറിയാം? ആയിഷ അടിച്ച് വണ്ടി ഓടിച്ചത് ആനിയുടെ പപ്പയായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നോക്കിയത്, പക്ഷെ വഴി വെച്ചെന്ന് ജീവൻ പോയി. ആനിയുടെ അപ്പനെ രക്ഷിക്കാൻ വേറെ വഴിയില്ല. റോട്ടിൽ തന്നെ ഉപേക്ഷിക്കുന്നു. ആയിഷയുടെ ഫാമിലി കോൺടാക്ട് ചെയ്യാൻ ഞാൻ പലപ്പോഴും നോക്കിയത്. പക്ഷെ ധൈര്യം വന്നില്ല. എത്ര പറഞ്ഞാലും മതിയാവില്ല. പക്ഷെ കൈ അനക്കാൻ പറ്റുന്നുണ്ടോ? കൈ അനക്കാൻ പറ്റുന്നുണ്ടോ? പാർഷ്യൽ പാരാലിസിസ്. ഡോസ് കുറഞ്ഞു പോയോ എന്നൊരു സംശയം. പുറത്ത് മുഴുവൻ കലക്കാൻ പറ്റിയില്ല. ആ നേഴ്സിന്റെ വർത്തമാനം എന്തൊരു ഇറിറ്റേറ്റിംഗ്. നിക്കപ്പുറത്തി തന്നില്ല. ഇനി ഒരു 20 മിനിറ്റേ ഉള്ളൂ. ആദ്യം സംസാരിക്കാൻ പറ്റാതാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശ്വാസം കിട്ടാതാവും. ഓക്സിജൻ ഇല്ലാതാവുമ്പോൾ ഹാർട്ട് നിൽക്കും, എല്ലാം ബ്ലറാവും. എൻ്റെ അമ്മായപ്പൻ്റെ ഫുഡിൽ ഇതുപോലെ 30 മില്ലി ഞാൻ ചേർത്തത്. പക്ഷെ സംസാരിച്ച് തീർന്നതിന് മുന്നേ നീ ചാവുന്നതും എനിക്ക് ലൈവായിട്ട് തന്നെ കാണാം. ആയിഷ ഞാനും ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തത്. ഹിന്ദു മുസ്ലിം കല്യാണം ആയതുകൊണ്ട് വീട്ടുകാർക്ക് നല്ല എതിർപ്പായിരുന്നു. കല്യാണം കഴിഞ്ഞ് വീട്ടുകാരൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തപ്പോൾ തന്നെ 1 കൊല്ലം പിടിച്ചു. ഹണിമൂണൊന്നും നടന്നില്ല. കുറേ കാലത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നു. ആയിഷയ്ക്ക് ഹിൽ സ്റ്റേഷൻസ് അങ്ങനെ ഇഷ്ടമല്ല. ഞാനാ ഇങ്ങോട്ട് വരാൻ നിർബന്ധിച്ചത്. ആക്സിഡന്റിന് ശേഷം തിരിച്ചു പോയിട്ടില്ല. ഇവിടെ തന്നെ ഒരു ക്ലിനിക്ക് ഇട്ട് പ്രാക്ടീസ് തുടങ്ങി. നിങ്ങളെ കണ്ടുപിടിക്കുന്നവരെ പിടിച്ചു നിൽക്കണ്ടേ? അങ്ങനെ ഡോക്ടറായ ഞാൻ കാറുകളുടെ കാര്യത്തിൽ എക്സ്പേർട്ടായി. നിന്റെ ബ്രേക്ക് ഷൂ ജാം ചെയ്തപ്പോൾ നിന്റെ മരണത്തിനൊരു 50-50 ചാൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ സംഭവിച്ചു. നീ രക്ഷപ്പെട്ടു. ജസ്റ്റിന് പോയി വിചാരിക്കുന്നുണ്ടോ കൊല്ലാനായിരുന്നെങ്കിൽ ഞാനെന്തിനാ രക്ഷപ്പെടുത്താൻ നോക്കി? എന്റെ ആഴ്ച റോഡിൽ വലിച്ചെറിയായിരുന്നെങ്കിൽ എന്തിനാണ് രക്ഷപ്പെടുത്താൻ നോക്കിയ? വെറും ഒരു ടയർ പാടിൽ നിന്ന് കാറിന്റെ മോഡൽ ചെയ്തെന്ന് പറഞ്ഞു. എത്ര പേർക്ക് ആ കാറുണ്ടെന്ന് മനസ്സിലാക്കി. ആലിസിൽ ഓരോരുത്തരും ഞാൻ മാറി മാറി വിളിച്ചു. ഞാൻ അന്വേഷിക്കുന്ന ശബ്ദം കേൾക്കുന്നവർ. സാർ ആ കാറിന്റെ ഡീറ്റെയിൽസ് പറയാം. ഞങ്ങളുടെ ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് ഫോം അയച്ചാൽ ഫില്ല് ചെയ്യാൻ പറ്റും. BMW 525. അതിലേത് ഫാമിലിയില്ല ആ മോഡൽ കാറുള്ളതെന്ന് അന്വേഷിച്ചു. അത് പൊൻകുന്നിൽ തോമസ് അക്കരയുടെ ഫാമിലിയാണെന്ന് ഉറപ്പുവരുത്താൻ തന്നെ 3 വർഷം എടുത്തു. ഫോണിൽ നിന്റെ അമ്മായപ്പൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തെറ്റുപറ്റിയുള്ള ഉറപ്പാണ്. അവസാനം ഞാൻ നിങ്ങളുടെ പൊൻകുന്നം വീടിൻ്റെ മുന്നിൽ വന്നു.
വർഷങ്ങളായി എൻ്റെ ഉറക്കം കെടുത്തി ആ ശബ്ദത്തിൻ്റെ പിന്നിലെ മുഖങ്ങളെ ഞാൻ കേട്ടു, വ്യക്തമായി തന്നെ കേട്ടു. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്, എൻ്റെ ആയിഷ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത്. നമ്മൾ ഈ വഴി വന്നിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കണ്ടീഷൻ ഇവിടെ ഹോസ്പിറ്റലിൽ ചെന്നാൽ പോലീസ് കേസെടുക്കത്തില്ലേ? നമ്മൾ ഈ കൊച്ചിനെ ഇവിടെ ഇതിനെ കർത്താവ് രക്ഷിച്ചു. നിങ്ങളവളെ ഇടിച്ചിടുമ്പോഴും അവൾക്ക് ജീവനുണ്ടായിരുന്നു. കർത്താവ് അവളെ രക്ഷിച്ചോളെന്ന് പറഞ്ഞ് നിൻ്റെ അമ്മായപ്പം നിന്നെ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോഴും അവൾക്ക് ജീവനുണ്ടായിരുന്നു. ആനിയേക്കാൾ വലുതാണ് ഇവളെന്നും പറഞ്ഞ് നിന്നെ ഭീഷണിപ്പെടുത്തിയപ്പോഴും അവൾക്ക് ജീവനുണ്ടായിരുന്നു. നിങ്ങളവളെ റോഡിലിട്ടിട്ട് പോയി, പക്ഷെ ഞാൻ വരുന്നവരെ അവൾ പിടിച്ചു തന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാ, ഒരായുസ് മുഴുവൻ എടുത്താലും ലോകത്തിൻ്റെ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നിങ്ങളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്ന്. എൻ്റെ ആയുഷ പെടഞ്ഞ് ഇല്ലാതായ പോലെ നിങ്ങളുടെ ജീവൻ ഞാനെടുക്കും. ഒരു നീണ്ട കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കും. എല്ലാം തുറന്നു പറയാൻ കാണിച്ച ജസ്റ്റിന് നല്ല മനസ്സ്. I appreciate it. Makes me feel you're a good man. But not good enough. അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ ആയുഷ്യം എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. Bye, Justin. ആയിഷയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞവരെന്നോട് പറഞ്ഞു, ലെഫ്റ്റ് ബ്രെയിൻ പൂർണ്ണമായി നശിച്ചിരുന്നു. റിബ് കേറ്റ് ഷാറ്റേഡ്, കാല് രണ്ടും ചതഞ്ഞിരുന്നു, 90% ബ്ലഡും പോയി. പക്ഷെ ഞാൻ തകർന്നു പോയത് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴാണ്. നിൻ്റെ അമ്മായപ്പൻ്റെ വാക്ക് കേട്ട് നീ വഴങ്ങിയപ്പോൾ നീ കൊന്ന ഒന്നല്ല, 3 ജീവൻ.